ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായമാണല്ലോ. 25 വാക്യങ്ങളുള്ള ഈ 45 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പാർസി രാജാവാണ് കോരശെന്ന് നമുക്കറിയാം. അതിനുശേഷം ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അധ്യായത്തിൽ ഒരു സത്യദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നുണ്ട്. ദൈവം പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല. 7-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. അതിനുശേഷം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു, എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ച് ഉണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു സത്യദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടിപ്പിൻ്റെ വിവരണങ്ങളാണ് അതിൽ കാണുന്നത്. അതിൽ സകലതും, ആകാശവും ഭൂമിയും ആകാശത്തിലെ സകല സൈന്യവും സകലതും സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവം തന്നെയാണ് ഇത് പറയുന്നത്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഒരു നാളിൽ ലജ്ജിക്കയില്ല, അമ്പരന്ന് പോകുകയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ഈ സത്യദൈവത്തെ അറിയുന്ന വ്യക്തി ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ തന്നെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദൈവത്തോട് കോപിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ദൈവത്തോട് മറുതലിക്കുന്നവർ, ഈ ദൈവത്തെ നിഷേധിക്കുന്നവർ ലജ്ജിച്ചു പോകുവാൻ ഇടയായിത്തീരും. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും ഉണരും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തെ അറിയാതെ ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിത്യലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഇടയായിത്തീരും. അതിനിടയാകാതെ വണ്ണം നമ്മൾ ഒരു നാളിൽ ലജ്ജിക്കാത്തവരായി തീരേണ്ടതിന് ഈ സത്യദൈവത്തെ അറിയുവാൻ നമ്മൾ തയ്യാറാകണം. എങ്ങനെയാണ് നമ്മൾ ഈ സത്യദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്? ഇവിടെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. അപ്പോൾ ഭൂമിയിൽ പാർക്കുന്ന എല്ലാവർക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയാണ്, ഏത് വിധേനയും ഒന്ന് രക്ഷപ്പെടണമെന്ന്. അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരുപക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരത്തില്ല, അല്ലെങ്കിൽ അവരുടെ ജോലി കൊണ്ടോ അവരുടെ സാമ്പത്തിക നന്മകൾ കൊണ്ടോ ഒന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി മാത്രം രക്ഷപ്പെടുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്, അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രം രക്ഷപ്പെടുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. രക്ഷപ്പെടുവാൻ വേണ്ടി ഈ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ഇടയായിത്തീരണം. ഒരിക്കലും നിത്യലജ്ജയ്ക്കോ നിത്യനിന്ദയ്ക്കോ നിങ്ങളായി തീരുവാൻ ഇടയാകരുത്. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ഈ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.